ഗൈസ് എല്ലാരും അങ്ങോട്ട് വാ ഗൈസ്. വാസണ്ണ ചാനലിലോട്ട് വാ, പ്രീമിയറിലോട്ട് വാ എല്ലാരും ഗൈസ്. അവിടെ സപ്പോർട്ട് ആണ് ഗൈസ്. ചന്ദ്ര ഗ്രൂപ്പ് ഒന്നും ചന്ദ്ര എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും തലവെട്ടും കൂട്ടം അതിരടി പയ്യറ്റിനാട്ടം എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. ഞാൻ മിസ്സാക്കിയടേ ഗൈസ്, വെയിറ്റ് ചെയ്യും. ഞാൻ നല്ല കുറെ സീന് മിസ്സാക്കുന്നുണ്ട്. ஒளிஞ்ச மட்டும் வந்து தொடுவேன், அதை தடுக்க கூட யாரும் பத்தல. பட்ட வெட்டி பண்ணி தத்து பட்ட கள்ளம் பட்டையில் நிறந்தது பல விதம். அடி இடி தடா என்னும் தினமது கருஷிதம். தானே தானே சந்த கூட்டமே வட்டமிட்டு பிடிச்சொரு பருந்தி துணா. இடம் வலம் என்னும் நிற நிறையாய் பல முகம். தலவெட்டும் கூட்டம் அதிரடி എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. തലവെട്ടും കൂട്ടം അതിരടി പയ്യറ്റിനാട്ടം എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. എനിക്ക് റോളുണ്ട്. சும்மா சிரிச்சுக்கிட்டு மொத்தம் கூட்டம் கூட்டம் முடிவெடுத்த சும்மா சீர்க்கப்பட்டு மொத்தம் காடு ஓடி வாழ்வேனே. நேரிடுவார் ஆர் வருமோ காத்திடனோ தீக்கனலோ பொள்ளிடுவோ தொட்டவனோ பாக்கியுண்டோ. பேரா பேரா பறிச்சட்டு கண்பாடா இதந்து ரச்ச போக்கா பாக்கா தகர்க்கும் நின்ற கோட்டா. பறிச்சட்டு பேரா பேரா பறிச்சட்டு கண்பாடா இதந்து ரச்ச போக்கா பாக்கா தகர்க்கும் நின்ற கோட்டா. பட்ட வெட்டி பண்ணு தொட்டு பட்ட கள்ளம் பட்டையில் நிறந்தது பல விதம். அடி இடி தடா என்னும் தினமது கருஷிதம். தானே தானே சந்த கூட்டமே வட்டமிட்டு பிடிச்சொரு பருந்தி துணா. இடம் வலம் என்னும் நிற நிறையாய் பல முகம். തലവെട്ടും എന്റെ അമ്മോ, അതെന്തൊരു സീന്. എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. തലവെട്ടും കൂട്ടം അതിരടി പയ്യറ്റിനാട്ടം എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും. പറിച്ചെടുത്ത പേരാ പേരാ പറിച്ചെടുക്കാൻ പാടാ തിരഞ്ഞു റച്ച പോക്കാ പാക്കാ തകർക്കും നിന്റെ കോട്ട. പറിച്ചെടുത്ത പേരാ പേരാ പറിച്ചെടുക്കാൻ പാടാ തിരഞ്ഞു റച്ച പോക്കാ പാക്കാ തകർക്കും നിന്റെ കോട്ട. എടേ അതെന്ത് എന്ത് ടൈറ്റിലാടാ ഇത്? വിഷയം ടൈറ്റിൽ. എന്റെ അമ്മ എന്തുണ്ടോ? ശരിക്കും ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനും വന്നിട്ടില്ല. എല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിറ്റുവേഷൻ എടുക്കരുത്, MRC ആയിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട വേണ്ട. നമുക്കിപ്പോ ആവശ്യത്തിന് കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അവരൊന്നും ഇവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല.
എന്നിട്ട് ഇവന്മാരിങ്ങനെ അമ്പി കളിക്കരുത്. അതാ ഞങ്ങൾക്ക് പറയുള്ളൂ, അമ്പി കളിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ, അടിക്കേണ്ട ആവശ്യം. ഞാൻ പറയണ കാര്യം മനസ്സിലാക്കണം. ഇവരിവിടുത്തെ കാര്യങ്ങളിലേക്കൊന്ന് അഡാപ്റ്റീവായി വരുന്നതേ ഉള്ളൂ. ഇതിന്റെ പേരിൽ സംസാരിച്ച് വഷളാക്കാൻ പോകണ്ട. എന്തായാലും സോറി ബ്രോ, എക്സ്ട്രീംലി സോറി. ഞാൻ വിട്ടെണ്ണ ഇവർക്ക് ഇവരുമായിട്ട് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞാൻ രണ്ടീന്ന് പറഞ്ഞു, അപ്പൊ ഇവരിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു, മനസ്സിലായോ? അതെനിക്കും തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ ലീഡറിനോട് ഗോ ലീഡറിനോട് പറയാനുള്ള ധൈര്യം വേണം. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് താങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളാണെന്ന് അറിഞ്ഞിട്ട് നമ്മളത് മാന്യമാരിയായിട്ടല്ലേ നിങ്ങളോട് സംസാരിക്കുന്നേ. അമ്പി അവന്റെ തന്ത കൺവേർട്ട് അടിക്കുന്നേ. നമ്മൾ കറന്റ് സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ ആണെങ്കിൽ വള്ളി പിടിച്ച് നടക്കുന്നേ. ആര് പള്ളി പിടിച്ചു ബ്രോ? നമ്മൾ എന്ത് ന്യായീകരണമാണ്? നമ്മൾ വന്ന കാർ എടുത്തോണ്ട് ചാടി കയറുന്നത് പോയി, എന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞ് വണ്ടി ഇടിച്ച് ഇട്ടിട്ട് പോയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതല്ലെന്ന് പറയണേ? അവസാനം വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മളോട് പറയരുത് നമ്മളാണ് സിറ്റുവേഷൻ എടുക്കണം, നമ്മൾ ഹേറ്റ് ഉണ്ടാക്കണം, നമ്മൾ അങ്ങോട്ട് പോകുന്നു. അറ്റൻഷൻ കേവിയോ ആരോ ആയിക്കോട്ടെ, ആരുടെ സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിറ്റുവേഷൻ എടുക്കുന്നവന്മാരോട് ചോദിക്കണം, നിങ്ങൾക്കിത് സോൾവ് ചെയ്യണോ, നിങ്ങൾക്കിത് ഇതാക്കണമെന്ന്. അല്ലെങ്കിൽ അവന്മാർ നാളെ നിങ്ങൾക്ക് ഇതിൽ തിരിയും. 100% ഞാൻ ഉറപ്പ് പറയാം. ഷേക്കാൻ മാക്കെ നിങ്ങൾക്ക് ഇതല്ലേ ആയിട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. എനിക്ക് ഇത്ര നാൾ മറ്റേ HF ഇവിടെ മുഞ്ചി തെറ്റി നടന്ന ഇട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കുറെ എണ്ണം അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്. ഒരു സംശയമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷിച്ച ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പം ഉറപ്പായിട്ടും എനിക്കത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ എത്രയും ദിവസം ഇവരുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പിടിച്ചു നിർത്തത്തില്ല കോച്ച്, ഇവരെ ആരെയും ഞാൻ പിടിച്ചു നിർത്തുന്നില്ല. ഇത് സിറ്റുവേഷൻ ആക്കി കണ്ടിന്യൂ ചെയ്തോളൂ. പള്ളി എന്താ ചെയ്ത് വെച്ചേക്കണേ? പേരെന്തായിരുന്നു? ബ്രോക്കൺ. ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ എന്ന് അതറിയത്തില്ല ബ്രോ. ഞാൻ ബ്രോക്കൺ. ഓ ചെവിക്ക് പ്രശ്നമില്ല. ചെവി പണ്ട് കുറെ അടികൊണ്ടിട്ട് പ്രശ്നമായിരിക്കും. അല്ലല്ല വിടു നിങ്ങൾ പറ. ചോദിച്ചല്ലേ. അതാ അറിയത്തില്ല. പണ്ടത്തെ ബ്രോക്കൺ ബ്രോക്കൺ ആണോ അറിയത്തില്ല. നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ ഞാൻ ചോദിച്ചത്. പേരെന്താ ബ്രോന്റെ പേരെന്താ? എന്റെ ലോല എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാ. എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ച് നീ പിന്നെ സാമാനം അടി കൊണ്ട് കല്ലിച്ചിരിക്കല്ലോ നീ. അടി വാങ്ങി കല്ലിച്ചിരിക്കല്ലോ നീ. ലോലോട് പറയണേ, മൂട്ടിലത്തെ ചോപ്പ് മാറാത്തമാരൊക്കെ ഒന്ന് കുണയ്ക്കുന്നു. ഈ 3 മാസത്തിനുള്ളിൽ 5 പ്രാവശ്യം അടിയുണ്ട്. പൊട്ടാന്ന് എടാ, നമുക്ക് ആ സാധനം ഉള്ളതുകൊണ്ട് നിന്റെ മറ്റേ ബ്രോക്കർ എന്ന് പറഞ്ഞ തന്നെ സാമാനം 5 പ്രാവശ്യം അടിച്ച് പൊളിച്ചോണ്ടാണ് അവൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പിന്നെ MRP കയറിയത്. മണിയൊക്കെ ഇപ്പൊ അടിച്ച് പൊട്ടിക്കും. അവൻ വന്ന് മറ്റേ മുട്ടയും കൊണ്ടടിച്ച് നമ്മൾ നോക്കിക്കണെന്ന് പറഞ്ഞ എന്താ?
ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണോ അല്ലെന്നുള്ളത് നമുക്കറിയാം. ഇത് ഞങ്ങളുടെ കൺസേൺ ചെയ്ത കാര്യമില്ല. ഞങ്ങളുടെ ഗ്യാങ് മനസ്സിലായി. ഞങ്ങളെ വന്ന് കുറച്ച് നമ്മൾ തരി എടുത്തേ ഉള്ളൂ. ഇവര് ഈ സിറ്റുവേഷനിൽ നിന്ന് മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറയണം. ഞാൻ പിന്നെ ഒന്നും ചെയ്യല്ല. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ട് 2 മെമ്പേഴ്സ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടിരിക്കണം. നമുക്കറിയാം. ധർമ്മൻ അടിയാളിയാ. കേറി നിക്കുവായിരുന്നല്ലോ. ഇപ്പൊ എന്താ WL ഒന്നും കാണാത്ത? ചുവന്ന മുടിയെല്ലാം അമ്പിക്കിട്ടടാ. ഉറങ്ങല്ലേ അമ്പിക്കിട്ട, എണീക്കൂ. നിന്നെ മുട്ടയിലേക്ക് നിന്നെ ഞാൻ ഇന്ന് മുട്ടയിലായിട്ട് ഞാൻ ഇവിടെ തൊടണം. കക്കൂസും കഴിയ മനസ്സിലായോ? മുട്ട കഴിച്ചിട്ട് ഇവിടെ തൊള്ളാം. നിന്നെ നോക്കിക്കോ. ആട് മാട് തോട് കുമ്പില് വീട് വണ്ടിയില് പാമ്പ് കടന്നു പോ വേറെ 2 സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. ഇനി തൊട്ട് ശരിയായിക്കോളൂ. അതിനെങ്ങനെ ഊരി വിട്ടോണ്ടിരിക്കല്ലേ? പിന്നെ എങ്ങനെ നീ വല്ല നിന്നെ വീട് വണ്ടിയില് പാമ്പ് കടന്നു പോ. നമ്മളെന്തായാലും ഇറങ്ങിത്തരാം ഇവിടുന്ന്. പൊട്ടിക്കരയണോ? എന്തിന് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു നിനക്ക് ശിക്ഷ. തല്ലുള്ളി പറയാതിരിക്കാൻ അവനെ സഹിക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. സിറ്റിയിലെ അബ്ബാസാണ് പഠിച്ചേർന്നല്ലേ? അയ്യോ ഒരു തല്ലല്ലേ മാത്രം. പിന്നെന്താ എന്നോട് ഇങ്ങനെ ചെയ്തിട്ട് വീടിനടുത്ത് എടുക്കുമ്പോ തന്നെ നമ്മൾ പറഞ്ഞതാ KV TV പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളത്. പിന്നെ ഇവിടെ വരുന്നാണ്ട് നമ്മളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിന്റെ അടിയിൽ കൂടി ഒരു സ്ലോ ഇൻജക്റ്റിംഗ് ടൈപ്പ് ഓഫ് പരിപാടികൾ വേണ്ട. ഉണ്ണിയമ്മേ കുമ്പടി വന്നു. MRC versus TVA. ടാങ്ക് പൊട്ടിച്ചെത്ര ഒരാ പേര്. ഹൈഗ്രൗണ്ട് വിട്ട് കളയാൻ, ഹൈഗ്രൗണ്ട് വിട്ട് കളിക്കണ്ട. അവന്മാര് വാറൊക്കെ ഒന്ന് ജയിച്ചോട്ടെ. അവരെ കൊണയൊന്നും ആയിരിക്കില്ല. അടുത്ത വാറിന് സംഭവം ഒന്നാണ് കൊണക്കാത്തത്. അത് റെസ്പെക്റ്റും പറയൊന്നുമല്ല, അത് നിങ്ങളുടെ തോന്നല. മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, 2.5 മാസം. അത് ബാക്കി ഞാൻ പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ കുറച്ച് കൂടി പോകുക. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്കിത്. Let me show you what happened on TVA a few months ago. ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ജോക്കി, ഇങ്ങനെ മൈൻഡ്ഫക്കായിട്ട് കളിച്ചിട്ട് തോറ്റോണ്ടിരിക്കും ജോക്കി. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രഷറൂടെ വരും, എനിക്ക് പറ്റണമല്ല അത്. മെയിനായിട്ട് ആദ്യമേ തന്നെ പറയാം, 12 പേരാണ് TV ഇപ്പം ഇറങ്ങിയേക്കുന്നത്. ആക്ച്വലി എടാ എല്ലാവരും ഒന്ന് റേഡിയോയിൽ റെസ്പോണ്ട് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ ഇപ്പം? 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാണ്, എനിക്കത് കണ്ട വിഷമം വരണം. എനിക്ക് നല്ല വിഷമമായി, സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമായി. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് നല്ല വിഷമമായി. ഈഗോ എന്തിനു കാണിക്കണം? ഞാൻ ഇത്ര നാൾ കൂടെ വന്നാൽ അടുത്ത് എന്തിന് ഈഗോ കാണിക്കണം? അളിയ ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ വട്ടം ചെയ്യാൻ പറ്റില്ല അളിയ, അത് ഇത് ഫുള്ള് അപ്പാപ്പിനെ സെറ്റ് ചെയ്തത്. ചന്ദ്ര പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്ര നാൾ ഇവിടെ കൊണ്ടുവരാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം അനിയനെ പോലെ നോക്കിയേനെ എന്ന് എന്നോട് പറഞ്ഞതിന്റെ അന്ന്. ഇവിടെ നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വരും. അല്ലാതെ പിന്നെ ആര്? ബ്രോ MR സെറ്റിൽ വിളിച്ചാൽ MR സെറ്റിൽ വരുമെന്ന് ഓടി പോവാ. എന്ത് പറ്റിയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എന്ത് പറ്റിയാണ്? ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഗ്യാങ്ങിലല്ല, നിങ്ങൾ അധികം മനസ്സിലാക്കി. ഞാൻ നിൽക്കുന്ന ഒരു ഫാമിലിയിലാണ് പറഞ്ഞത്. എനിക്കിത് ഗ്യാങ് ആയിട്ട് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല, എനിക്കിതൊരു ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ കയറിയപ്പോൾ എനിക്ക് വന്ന മാറ്റവും കാരണം മുമ്പുണ്ടായ മാറ്റമൊക്കെ വേറെയാണ്. അപ്പൊ അതിപ്പോ പാസ്വേഡ് ഇറക്കി വിടാണ്ടല്ലാണ്ട് ഞാൻ ഈ ഗ്യാങ്ങിൽ ഇരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ്. സോ വേറെ ക്യാരക്ടർ ഒന്നുമില്ല. ഐ വിൽ ബി കണ്ടിന്യൂയിങ് TVA ആസ് പരുന്തു വാസു ഇറ്റ് സെൽഫ്. കറന്റ് എന്തെങ്കിലും ഒരു ഡൗൺ ഉണ്ടെങ്കിൽ TVക്കകത്തുള്ള ആൾക്കാർ നോക്കിക്കോളാം. പുറത്ത് നിന്ന ആൾക്കാരുടെ സഹായം എനിക്ക് വേണ്ട ദയവേത്. സോ എനിക്കത് താല്പര്യമില്ല. നമ്മൾ റെഡിയാണ്. അല്ല പിള്ളേരൊക്കെ ഇറങ്ങി അല്ല നിങ്ങൾ ഉണ്ട്, നമ്മുടെ എല്ലാവരും ഇറങ്ങി. ചന്ദ്ര അവര് ഇറങ്ങിന്ന് നമ്മളാണ് തോറ്റത്. നമ്മുടെ ചോയ്സാണ് വാർ അടിക്കണോ വേണ്ടെന്നുള്ളത്. ഇന്നും കടിച്ച് തീർക്കാം. ഈ മൂടി തന്നെ പോയി അടിക്കണം. എന്നാ കേറിക്കോ. വാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിലുള്ള റോക്ക് ഷൂട്ടി കയറണം എന്നൊക്കെ ഉണ്ട്. ഒന്ന് ദൈവത്തിന് വിളിക്കാം. നമ്മൾ നോക്കുന്നുണ്ട്. വാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെതിരെ ആക്ഷൻ വരും. അതില് നല്ല സ്പീഡിൽ പോണല്ലേ വണ്ടി. എന്താ ഇങ്ങനെ ചെയ്യാനുള്ള ഇന്റൻഷൻ എന്താണ് ഞാൻ സിറ്റുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് സൈഡ് നോക്കണം. അതായത് ഇപ്പൊ ഡൗൺ ആയ ടീമാണ് ഇങ്ങനെ ഡിലേ ആക്കി കയറാണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലെന്ന് പറയുന്നത് ജയിച്ചിരിക്കുന്ന ടീമാണ് ഇങ്ങനെ കയറിപ്പോയിട്ടുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ പറ്റത്തുള്ളൂ. ഇന്റൻഷണൽ ഊമ്പിയല്ല കളിച്ചിട്ട് പോടാ മൈരെ. തോറ്റാൽ ജയിച്ചാൽ കുഴപ്പമില്ല, കളിച്ചിട്ട് പോകാം. നമ്മളെല്ലാം
ഇവിടുന്ന് കുത്തിയടിച്ച് ഈ റിഡ്ജ് കയറി അടിക്കുന്നത് ടി വി കയറി അടിക്കുന്നത് നമ്മുടെ ബാക്ക് സൈഡിലുള്ളവരൊക്കെ പോയി ചോറി ആദ്യത്തെ ഡസ്റ്റർ അവിടെ 4 പിക്ക് എടുത്ത് 4 പിക്ക് വീട്ടിലൊക്കെ ഉണ്ട്. ഒരു ഡസ്റ്ററിന്റെ 5ാമത്തെ ചേച്ചി ഉള്ളിലെടുത്തത് വണ്ടി എടുത്ത് തിരിച്ചു പോയി. വണ്ടി കയറി ബാക്ക് സൈഡ് കൂട്ടും ഇല്ല തിരിച്ച് മറിച്ചോണ്ട് വീണ്ടും മലയിലേക്ക് വരുന്നുണ്ട്. ടി വി നല്ല രീതിക്ക് അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ പാറ്റിക്കായിട്ട് കളിക്കുന്നവർ തിരിച്ച് ഇവർ മറ്റേ ഈ മലയുടെ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. വണ്ടി അത് കുഴപ്പമില്ല, എൻ്റെ കൂടെ തിരിച്ച് ഞാൻ പറഞ്ഞേക്ക് തിരിച്ച് നമ്മളിത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ, ഈ മാർക്ക് കാണുന്നുണ്ടോ? ആ, നമ്മൾ അങ്ങ് വരെ പോയിട്ട് എല്ലാ വണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. വാ മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. മണിയല്ലടാ, സ്കിൽ ടോക്സ്. Question is, do they have the car? We have the driver. ഓടണം. ആ, ഓടട്ടെ. തിരിച്ച് കുത്തിക്കോ. ഞാൻ പറഞ്ഞത് കുത്തി അടിയാ. മനസ്സിലായി? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി കൊത്തിയാ മതി. മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലാകാ. മോനെ ടീവേന അടിക്കണം, അടിച്ചിരിക്കണം. ഇവിടെ പുതിയതായിട്ട് വന്നതാണല്ലേ, അപ്പോ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാന്ന് വിചാരിക്കുന്നു. കൂടുതൽ അങ്ങോട്ട് വഹിക്കാണ്ട് അതങ്ങ് ഊരി വെച്ചാണ്ട് തുടങ്ങിയേക്കുക. உன் தம்பியோட தலை துண்டாயிடுச்சு, அடுத்தது உன் தலைதான். என்னதான் அடிச்சுக்கிட்டாலும் பிரச்சனைன்னு வந்துட்டா 2 பேரும் ஒன்று சேர்ந்துருவாங்க நந்திருக்காரு. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പൊ ആ സമയത്ത് ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പൊ ലൈക്ക് നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഗ്യാങ് ആണ് TV എന്ന് പറയുന്നത്.
ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. TVA മാത്രമാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ ബ്രദർഹുഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. ரெண்டு அவதாரத்தை மட்டும்தான் பார்த்திருக்கேன். கடைசி அவதாரம் என்னன்னு தெரியுமா? கல்கி அவதாரம். ടൈമായി. நீ படிச்ச ஸ்கூல்ல நான் ஹெட் மாஸ்டரா? ട്രൈ ചെയ്യാം ആർക്കാണോ നമ്മളെ വീഴ്ത്താനായിട്ട്. നിങ്ങൾ തന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ, കാരണം നടക്കൂല. നോൺ ക്യാൻ റീപ്ലേസ് TV. நம்ம கண்ணு முன்னாடி வந்து நின்னாலும் நம்ம கெத்த மட்டும் விட்டு கொடுக்கவே கூடாது. How it's possible, Shoutex bro? How bro? എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് എത്ര ആലോചന മനസ്സിലാവില്ല. നീ ഒരു കോണ്ടന്റ് ചെയ്യുന്നു, അത് നമ്മൾ ഏറ്റവും അടിപൊളി, ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന് പറയുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് കണ്ടന്റ് ഇറങ്ങുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ഗ്രാഫ് വെക്കാൻ നിനക്ക് എങ്ങനെ പറ്റണമെന്ന് എനിക്ക് മനസ്സിലാവില്ല ബ്രോ. എനിക്ക് മനസ്സിലാവില്ല ശരിക്കും. ഇതെങ്ങനെ ഇതെങ്ങനെ ബ്രോ? എനിക്ക് പറയാൻ വാക്കുകളില്ല. ലൈക്ക് വെറും വിഷയം. ബിക്കോസ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വീഡിയോ ആയിരുന്നു ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും വിഷയം എന്നുള്ള രീതിയിൽ നിന്റെ വെച്ചിരുന്ന അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് ബ്രോ, യു ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. സംതിങ് എന്തോ ഒരു മാജിക് ഉണ്ട് ഇതില്. ഭയങ്കര വിഷയം. എന്താ പറയാ, മറ്റേ കണ്ണ് വെച്ചല്ലേ വീഡിയോ മയില്. പിന്നെ എനിക്ക് തുടക്കം മുതലേ പറ്റിയ രോമാഞ്ചൊക്കെ അടിച്ചു മയില്. ആ ഫസ്റ്റത്തെ പാട്ട് മുതൽ എന്റെ പൊന്നും എനിക്ക് അറിഞ്ഞൂടത്. graph always goes up because it's Shoutex. സത്യം വിഷയമാണ് Shoutex. 10 out of 10. 10 out of 10 ബ്രദർ. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മുടെ വാറ്. പിന്നെ ഇതിൽ ഒന്നും ചെയ്യാത്ത എനിക്കൊരു റോള് ഒന്നും ചെയ്തില്ല. എനിക്കൊരു റോള്. അവന്റെ കണ്ണാക്കി കൊടുത്ത് എടാ ഇത് അവര് കണ്ടു കഴിഞ്ഞാൽ അവര് എങ്ങനെ ഇത് എടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. മയില് പൊങ്ങിയ രോമം ഒന്നും താഴ്ന്നില്ലെന്ന്. സത്യയുടെ സീൻ കണ്ടന്റടാ Shoutex. സീൻ കണ്ടന്റ്. ചന്ദ്രൻ എത്ര കിടത്ത്? ഞാൻ ഒന്നും കിടത്തില്ല. അവരെന്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനല്ല, ഐ മീൻ കാണുമ്പത്തേക്ക് ഒളിയാ. ഇതിനും വലിയ അപരാധമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ക്ലാസ് അപരാധം അല്ലേ? അപരാധിക്കണം, ഇങ്ങനെ അപരാധിക്കണം. ക്ലാസ് അപരാധം.
ഒരു ഗ്രാഫ് കീപ്പ് ചെയ്ത് ഒന്നുകൂടെ സോങ് അത് വിഷയമായിരുന്നു. ആ ഫസ്റ്റ് ടൈറ്റിലൊക്കെ എന്തോന്നത് അത് വിഷയം. പിന്നെ ആ ടെസ്റ്റോടെ സീൻ വിഷയം. എടുത്ത് പറയുകയാണെങ്കിൽ ഇനി ഒന്നുകൂടി കാണണം. അത് കുറേ സീനിൽ മറ്റേ സിനിമ, പ്രോപ്പർ സിനിമ, ആ ഫീലാണ്. ഹലോ